ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പുതിയ പരാമർശമാണ് ഇപ്പോൾ രാജ്യത്ത് ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. ഭരണഘടന എഴുതിയത് 1947-ലാണെങ്കിലും അതിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. ഇങ്ങനെ മണ്ടത്തരം വിളമ്പുന്ന ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന് തന്നെ അപമാനമാണെന്നാണ് BJP അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പട്നയിൽ നിന്നും സംവിധാൻ സുരക്ഷാ സമ്മേളനം സെമിനാറിനിടയിലാണ് ഭരണഘടനയ്ക്ക് 1000 വർഷം പഴക്കമുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എല്ലാവരും പറയുന്നത് ഭരണഘടന 1947-ലാണ് എഴുതിയത് എന്നാണ്. എന്നാൽ ഞാൻ അവരോട് പറയും ഇതിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന്. BR അംബേദ്കർ, മഹാത്മാഗാന്ധി, ഗുരുനാഥ്, ജവഹർലാൽ നെഹ്റു, സദ് കബീർ എന്നിവരുടെ ചിന്തകൾ ആണ് ഭരണഘടനയിൽ ഉള്ളത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശം. രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി BJP രംഗത്തെത്തിയിരിക്കുകയാണ്. എല്ലാ സമ്മേളനങ്ങളിലും ഭരണഘടനയും കയ്യിൽ കൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിക്ക് അത് എന്നാണ് എഴുതിയത് എന്ന് പോലും അറിയില്ല എന്നാണ് BJP അഭിപ്രായപ്പെട്ടത്. ഭരണഘടന 1947-ൽ എഴുതി എന്നാണ് രാഹുൽ ഗാന്ധി കരുതിയിരിക്കുന്നത്. ഭരണഘടനാ അസംബ്ലിയുടെ നടപടികൾ മാത്രമാണ് 1947-ൽ ആരംഭിച്ചിരിക്കുന്നത്. 1949 നവംബർ 26-നാണ് ഭരണഘടനയ്ക്ക് അന്തിമ രൂപം നൽകിയത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഈ ദിവസം രാജ്യത്ത് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ഇതുപോലും അറിയാത്ത ഒരാളാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് രാജ്യത്ത് തന്നെ നാണക്കേടാണെന്നാണ് BJP വ്യക്തമാക്കിയത്. ചരിത്രത്തിൽ ഇതുവരെയും ഒരു പ്രതിപക്ഷ നേതാവും ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരം പുലമ്പിയിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ ഇത്തരം അറിവുകൾ കൊണ്ട് രാജ്യം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. ഇത്തരം വഴിതെറ്റിയ യുവാക്കൾക്ക് ഭരണഘടനയെ കുറിച്ച് മനസ്സിലാക്കുന്നതിനാണ് പ്രധാനമന്ത്രി രാജ്യത്ത് ഭരണഘടനാ ദിനം ആചരിക്കാൻ ആരംഭിച്ചത്. ആ തീരുമാനത്തെ പോലും അന്ന് കോൺഗ്രസ് സ്വാഗതം ചെയ്തിരുന്നില്ല. പ്രധാനമന്ത്രിയാകുന്നത് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാൾക്ക് ഭരണഘടന എന്നാണ് എഴുതിയത് എന്ന് പോലും അറിയാത്തതിൽ ലജ്ജ തോന്നുന്നു എന്നാണ് BJP കുറ്റപ്പെടുത്തിയത്.